ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം കേട്ടോ. ഞങ്ങൾ പാലക്കാട് വന്നപ്പോൾ അവിടെ വസ്ത്രമഹാത്ഭുതം നടക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനും ചേച്ചിയും പറഞ്ഞു അപ്പോൾ നമുക്കൊന്ന് നോക്കാമെന്ന്. മഴ പെയ്തിട്ട് അവിടെ റോഡിൽ മൊത്തം ചെളിയാണ് കേട്ടോ. പോകുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് തന്നെ ഡ്രസ്സിൻ്റെ കളക്ഷനിലോട്ടാണ് കേട്ടോ പോയത്. കുർത്തീസും നൈറ്റീസും ടോപ്സും ജീൻസും അങ്ങനെ കുറേയേറെ സാധനങ്ങളുണ്ട് കേട്ടോ. എല്ലാം ഡിഫറെൻറ്റ് റേറ്റിലാണ് കേട്ടോ. എല്ലാം സെയിം റേറ്റൊന്നും അല്ല, ഓരോന്നിനും ഓരോ റേറ്റാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കുറേ നോക്കിയായിരുന്നു. ഇതിപ്പോൾ ചേച്ചി അച്ഛന് വേണ്ടി ഒരു കുട വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ അത് നോക്കിയതാട്ടാ. നിവർത്തുമ്പോൾ അത് നിവരുന്നില്ല, പിന്നെ അത് അവിടെ വെച്ചു. പിന്നെ പിള്ളേർക്കുള്ള കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. ഡ്രസ്സും ടോയ്സും ബാഗും ചപ്പൽസും കിച്ചണിലോട്ടുള്ള ഐറ്റംസ്, സ്റ്റീലും പ്ലാസ്റ്റിക്കും എല്ലാം ഉണ്ട് കേട്ടോ. പിള്ളേരെ കൊണ്ടുപോയാൽ എന്തായാലും പെടും കേട്ടോ. അതുകൊണ്ട് അവരെയൊന്നും കൊണ്ടുപോകാതിരിക്കുന്നത് നല്ലത്. അങ്ങനെ വാങ്ങേണ്ടതെല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ ബില്ലിങ് കഴിഞ്ഞു. അവിടെ ബില്ലിങ്ങിൻ്റെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതും കഴിഞ്ഞ് ഞാനും ചേച്ചിയും കൂടി വന്നാൽ നമുക്ക് ഭക്ഷണം കഴിച്ചാലോ എന്ന് പറഞ്ഞ് ഇറങ്ങി കേട്ടോ. ഇറങ്ങുമ്പോൾ തന്നെ 2 മണിയായി. അപ്പോൾ എന്തായാലും മന്തി കഴിക്കാമെന്ന് പറഞ്ഞ് സൂഫി മന്തിയിലോട്ടാണ് കേട്ടോ പോയത്. ഫസ്റ്റ് ടൈമാണ് അവിടേക്ക് പോകുന്നത്. പോകുമ്പോൾ തന്നെ അവിടെ അതിനേക്കാളും ക്യൂ. സീറ്റ് അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ നെയിമൊക്കെ നോട്ട് ചെയ്തിട്ട് നമ്മളെ വെയിറ്റ് ചെയ്യാൻ പറയും. അപ്പം സീറ്റ് അവൈലബിൾ ഉള്ള പോലെ വിളിക്കാനായിട്ട്. അപ്പം ഞാൻ കരുതി എന്നാൽ കുറച്ച് നേരം നമുക്ക് അവിടെ ഇരിക്കാമെന്ന്. പിന്നെ കയ്യിലുള്ള സാധനമൊക്കെ പിടിച്ചിട്ട് ഉള്ളിൽ കയറണ്ടെന്ന് പറഞ്ഞാൽ അവിടെ സെക്യൂരിറ്റി ചേട്ടനോട് ഏൽപ്പിച്ചു കേട്ടോ. അങ്ങനെ 2 സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കയറി. ഞങ്ങളുടെ ഓപ്പോസിറ്റ് 2 ചെറിയ പയ്യന്മാരായിരുന്നു കേട്ടോ. അവരെയൊക്കെ പിന്നെ പരിചയപ്പെട്ടായിരുന്നു. പെരി പെരി മന്തിയും ചേച്ചി ഒരു അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തത്. അതിനിടയിൽ അവൾ വീഡിയോസ് എടുക്കുന്നതിൻ്റെയാണ് കേട്ടോ കണ്ടത്. ആ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫുഡ് വീട്ടിലോട്ട്. അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.